ഗേസ്, ഇന്ന് ഞങ്ങൾക്കൊരു കയറി താമസം ഉണ്ട് കേട്ടോ. അതിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളെക്കാളും മുന്നാളിതാ കണ്ണന് ഋതു റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെയും കൂടി എടുക്കാമ്മ വീഡിയോ പറഞ്ഞിട്ട് രണ്ടാളെയും പിടിച്ച് നിർത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ പോണ വഴിക്കൊരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടോ. കുലുക്കം കുറച്ച് പാട്ടും കേട്ട് അങ്ങനെ കുലുങ്ങിപ്പോയി. ചെന്നപ്പോൾ ഞങ്ങളെ മുന്നിൽ ഇതാ കണ്ണാടി പെട്ടു. രേണുക്ക് അതാ എന്തോ എടുത്തുവെച്ച പോലെ അടുക്കളയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീടൊക്കെ ചുറ്റിക്കണ്ട് മേലേക്ക് കയറിയപ്പോൾ അതാ അമ്മമാരെ ഫോട്ടോഷൂട്ട് നടക്കണേ. അമ്മേനെ കുറേ നേരം ഞാൻ വിളിക്കണം. അങ്ങനെ അമ്മ തിരിഞ്ഞു നോക്കിയിട്ടോ. അതാണ് എൻ്റെ അമ്മ. അങ്ങനെ ഋതു അമ്മയും ഭയങ്കര കളിയായിട്ടോ. പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ണാടിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുവയ്ക്ക് മുഖം നോക്കിയേ പറ്റൂ. ജിത്തേണ സുധിയേണൊക്കെ പുറത്തുണ്ട്. ഓരൊക്കെ ഫുഡ് വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ കുറച്ച് നേരം പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കമൻ്റ് അടിച്ച് ഇങ്ങനെ നിന്നു കേട്ടോ. ഓർക്ക് നമ്മളെ കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ രേണുക ട്രെൻഡ് പിടിക്കാൻ നോക്കുകയാണ്. നീ ആരെയും നോക്കണേ? ഞാൻ എൻ്റെ കെട്ടിയോനെ ആ ട്രെൻഡ് ഉണ്ടല്ലോ അത് ഞാൻ ഓളെ ബേക്കിൽ നിന്ന് ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ചിരിച്ചിടാണ് അവിടെ. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. അവർക്കും ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക് വേണം എവിടെ ചെന്നാലും. അത് കഴിഞ്ഞ് ഞങ്ങളും ഫുഡ് കഴിക്കാനിരുന്നു. ജിത്തേട്ടൻ ചള്ളാസും അച്ചാറൊക്കെ വിളമ്പി ഇങ്ങനെ വരുന്നുണ്ട്. സുധിയേട്ടൻ ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ പോയിട്ടോ. അങ്ങനെ നെയ്ച്ചോറും കടായി ചിക്കനും അച്ചാറും ചള്ളാസൊക്കെ കൂട്ടി. പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മേൻ്റെ അപ്പം അങ്ങോട്ട് പോയി. പിന്നെ അമ്മേൻ്റെ ഫോട്ടോഷൂട്ടായി. എന്താ ചിരി. വീട്ടിലെത്തിയപ്പോൾ ടൈൽസിൻ്റെ പണിയൊക്കെ നടക്കണോണ്ട് ഇങ്ങനെ വലിച്ചു വരിട്ടിക്കേട്ടോ. അത് നോക്കണ്ട. അപ്പോൾ വീട്ടിലെത്തി. ടാറ്റാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.